നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ, ഞാൻ കുറച്ച് മേക്കപ്പ് പ്രോഡക്റ്റ്സ് ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഹോൾ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ മേക്കപ്പ് വീഡിയോനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചധികം മേക്കപ്പൊക്കെ ഇനി ഞാൻ ചെയ്യും, വീഡിയോസൊക്കെ ഇടും. എൻ്റെ ടെൻഷൻ മാറ്റാൻ, സ്ട്രെസ്സ് മാറ്റാൻ എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ളൊരു വഴി എന്ന് പറയുന്നത് മേക്കപ്പ് ചെയ്യലാണ്. അപ്പം ഇന്ന് വാങ്ങിയ സാധനങ്ങളൊക്കെ മുഖത്ത് പരീക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം മുഖത്ത് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരുപാട് സംസാരിക്കുന്നില്ല. അപ്പം എന്തൊക്കെയാണ് വാങ്ങിയെന്ന് നോക്കാം. നമ്മുടെ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ മേക്കപ്പ് വീഡിയോസൊക്കെ ചെയ്തിട്ടൊക്കെയാണ്, സ്കിൻ കെയർ മേക്കപ്പൊക്കെ ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്ത് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് നല്ല വില കൂടിയ ഒരു ഐ ഷാഡോ പാലറ്റ് വേണമെന്ന്. ഞാൻ അന്നൊക്കെ വിചാരിച്ചിരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒത്തിരി വിലയുള്ള സാധനങ്ങൾ, അതായത് ഈ ഹുഡ ബ്യൂട്ടി, മാക്ക്, അപ്പോൾ അതിൻ്റെ മേക്കപ്പ് പ്രോഡക്റ്റ്സൊക്കെ കയ്യിലുള്ളത് നല്ലതായിരിക്കും എന്ന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ അന്ന് ഇതുപോലെ പൈസ ഒരുപാട് കാശ് കൊടുത്തിട്ട് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. മാക്കിൻ്റെ സ്ട്രോബ് ക്രീം, 2-3 ലിപ്സ്റ്റിക്കുകൾ, പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു 3000-4000 രൂപയുടെ അടുത്ത് ഒരു ഐ ഷാഡോ പാലറ്റ്, എനിക്ക് ഏത് ബ്രാൻഡാണെന്ന് ഓർമ്മയില്ല, ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് മേടിക്കുന്ന സാധനങ്ങൾ ഒരു 200 രൂപയ്ക്കുള്ളത് പോലും ഉപയോഗിച്ച് തീർക്കണില്ല. അതിൻ്റെ കാലാവധി കഴിഞ്ഞിട്ട് ആ ബോട്ടിലിനകത്ത് മുക്കാൽ ഭാഗത്തോളം ഉള്ള സാധനം വേസ്റ്റാക്കി കളയണമെന്ന് മനസ്സിലാക്കിയപ്പം മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒത്തിരി വില കൊടുത്ത് മേടിക്കുന്നതിനോടുള്ള ആ ഒരു ആഗ്രഹം മാറി കിട്ടിയിട്ടോ. പിന്നെ ഞാൻ എല്ലാവരുടെ കാര്യമല്ല പറയണേ, ഞാൻ പുറത്തിറങ്ങുമ്പോഴാണ് ലിപ്സ്റ്റിക്ക്, ഐബ്രോസ് ഒക്കെ ചെയ്യാറില്ലേ വല്ലപ്പോഴും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്ര വില കൂടിയത് മേടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോഴും എനിക്ക് പറ്റുന്ന ഒരു 1000-ൻ്റെ ഉള്ളിലൊക്കെ വരുന്ന സാധനങ്ങൾ മാത്രമേ ഞാൻ വാങ്ങിക്കാറുള്ളൂ. അതും ഞാൻ എൻ്റെ മേക്കപ്പൊക്കെ ചുരുക്കി ലിപ്സ്റ്റിക്കിനോട് എനിക്ക് പണ്ട് മുതലേ ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോഴും ഒരു 5-6 ഷെയ്ഡ് എൻ്റെ കയ്യിലുണ്ടായിരിക്കും. ലിപ്സ്റ്റിക്ക്, ഐ ഷാഡോ, അതൊക്കെ ഐബ്രോ, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, കുറേ വർഷത്തിന് ശേഷമാണ് ഞാൻ ഇത്രയും വലിയൊരു ഐ ഷാഡോ പാലറ്റ് വാങ്ങിക്കുന്നത്. ഇതാണ് സംഭവം. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു പാലറ്റാണ് കേട്ടോ. അവേക്കൺ എന്ന് പറഞ്ഞിട്ടുള്ള ഐ ഷാഡോ പാലറ്റാണ്. അതിൽ ബ്ലൂമിങ് റോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ്, അതാണ് ഞാൻ വാങ്ങിയത് കേട്ടോ. ഇത് ഞാനിപ്പോൾ ഇന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, കണ്ണിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട്. ഈ ഒരു ഐ ഷാഡോ പാലറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇത് ഒരു എന്താ പറയുക, ഇതുപോലെ നമുക്ക് മേക്കപ്പൊക്കെ ചെയ്യാൻ, ഐ ഷാഡോ ഒക്കെ നന്നായിട്ട് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ, ഒത്തിരി കാശ് മുടക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ, എന്നാൽ ഒത്തിരി കാശ് മേടിച്ചിട്ട് കാശ് കൊടുത്ത് നമ്മൾ വാങ്ങിക്കുന്ന എന്താ പറയുക പ്രോഡക്റ്റ്സ് ഇല്ലേ, അപ്പം അതിൻ്റെയൊക്കെ ഒരു ഫലം തരണ ഒരു ഐ ഷാഡോ പാലറ്റാണ് ഇത്. ഉപയോഗിച്ച് നോക്കിയതിൽ വെച്ചിട്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. നല്ല പിഗ്മെൻറ്റഡ് ആണ്. പിന്നെ ഇതിനകത്ത് മാറ്റും ഷിമ്മേഴ്സും കൂടി മിക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ വെഡ്ഡിങ് സീസൺ അങ്ങനത്തെ സമയത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കല്യാണമല്ല, വേറെ ആരുടെയും കല്യാണത്തിനൊക്കെ പോകുമ്പോൾ നമുക്ക് നന്നായിട്ട് ഒരുങ്ങണം, നമ്മൾ തന്നെ ഒരുങ്ങിയിട്ട് പോകുന്ന ആൾക്കാരില്ലേ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഒരുങ്ങണമെങ്കിൽ ഇതുപോലത്തെ പാലറ്റ് നല്ലതാണ്. ഇതൊക്കെ ഭയങ്കര പിഗ്മെൻറ്റഡ് ആണ്. പിന്നെ ഈ ബ്ലൂമിങ് റോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഇതിനകത്ത് വന്നിട്ടുള്ളത് പിങ്കും കുറച്ചുകൂടെ ന്യൂഡ്, അങ്ങനത്തെ ഓറഞ്ച് എല്ലാം മിക്സ് ആയിട്ടുള്ള ഷെയ്ഡ്സാണ്. അപ്പോൾ നല്ല ഭംഗിയുള്ള ന്യൂഡ്, എന്താ പറയുക, നല്ല ഭംഗിയുള്ള ന്യൂഡ് ഐസൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് ഇത് ഓക്കെയാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിനകത്ത് കാണുന്ന ഈ ഷെയ്ഡ്സൊക്കെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐ ഷാഡോ ഷെയ്ഡ്സാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ നടുവിൽ കാണുന്ന ഒരു ഷെയ്ഡിൽ അത് ഞാനിപ്പം ഇട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര എന്താ പറയുക, വട്ട് ബൈങ് ആയിട്ടുള്ളൊരു സാധനമാണ്. 300 രൂപയുടെ ചുവടെയാണ് ഇപ്പം ഇതിന് റേറ്റ് നിൽക്കുന്നത്, 296. അപ്പം ആ ഒരു പൈസയ്ക്ക് ഇത് മുതലാണ്. അത്രയും അടിപൊളിയാണ്. 2 ഷെയ്ഡ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. ബ്ലൂമിങ് റോസ് ആണ് ഞാൻ പറഞ്ഞ പോലെ കൂടുതൽ ന്യൂഡ്സ് ഉള്ള ഒരു പാലറ്റ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇതുവരെ കേൾക്കാത്ത ഒരു ബ്രാൻഡ് ഞാൻ മേടിച്ചു കേട്ടോ. ഇതൊരു ലിപ് ഗ്ലോസ് ആണ്, ലിപ് ഗ്ലോസ് ബാം. ലിപ് ബാമാണ്, പക്ഷേ ലിപ് ഗ്ലോസ് ആയിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനം. മില ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ലിപ് ഗ്ലോസ് ബാമാണ് ഇത് ഞാൻ ഉപയോഗിച്ചു കേട്ടോ. ലിപ് ബാമായിട്ട് തന്നെ ഉപയോഗിച്ച് നോക്കി. ഇതിന് 4 ഷെയ്ഡ്സ് വരുന്നുണ്ട്. ഇതൊരു പീച്ച് കളറിലുള്ള
ഒരു സംഭവമാണ്. ഇതിൻ്റെ കുറച്ചുകൂടി ചോക്ലേറ്റ് നമ്മൾ ഈ എന്താ പറയുക ബ്രൗൺ ആയിട്ടുള്ള ഒരു ലിപ് ഗ്ലോസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിനുള്ളവർക്ക് കുറച്ചുകൂടി അത് നന്നായിട്ടുണ്ടാവും. ഇത് കുറച്ചുകൂടെ ലൈറ്റായിട്ടുള്ള കുറച്ച് നല്ല നിറമുള്ള ആൾക്കാരൊക്കെ ഇല്ലേ, അവർക്കായിരിക്കും ഇത് ചേരാൻ കുഴപ്പമില്ല. എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് നല്ല പിഗ്മെൻറ്റഡ് ആണ്. പിന്നെ നമ്മൾ ഈ ലിപ് ഗ്ലോസ് ആയാലും ലിപ് ബാം ആയാലും ഒട്ടിപ്പിടിക്കുന്ന ഒരു സംഭവമില്ലേ, ഇതങ്ങനെയില്ല. ഇത് നോൺ സ്റ്റിക്കിയാണ്. അതുകൊണ്ട് ഞാൻ ലിപ് ഗ്ലോസ് എനിക്ക് ഇഷ്ടമാണെങ്കിലും ഞാൻ അധികം ഉപയോഗിക്കാത്തതിൻ്റെ കാര്യം എന്താ വെച്ചാൽ എനിക്ക് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ ആ സാധനം ഉപയോഗിക്കാത്തത്. പക്ഷേ ഇതിന് അങ്ങനത്തെ ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ലിപ് ഗ്ലോസ് ആയിട്ടും ലിപ് ബാം ആയിട്ടൊക്കെ ഉപയോഗിക്കാം എന്നാണ്. ശരിക്കും ഇതൊരു ലിപ് ബാമാണ്, പക്ഷേ ലിപ് ഗ്ലോസ് ആയിട്ടും ഉപയോഗിക്കാം. ചെറിയ ഒരു സ്മെല്ലുണ്ട്, ഒരു മിഠായിയുടെ ഒക്കെ ഒരു മണമുണ്ട്. അപ്പോൾ ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ വാങ്ങിയ ഈ ഐ ഷാഡോ ആയാലും ഈ സംഭവം ആയാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ലിപ് ബാമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ഫോക്സ്ടെയിലിൻ്റെ ലിപ് ബാമാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അതിനെ വെച്ച് നോക്കുമ്പം ഇതിനെ ഒട്ടൽ തീരില്ല. ഇത് നല്ലോണം നോൺ സ്റ്റിക്കിയാണ്. അതുകൊണ്ട് എനിക്കിത് കുറച്ച് കൂടുതൽ ഇഷ്ടപ്പെട്ടു. പിന്നെ നല്ല പിഗ്മെൻറ്റഡ് ആണ്. നമ്മളിപ്പം ഇതിട്ടാൽ തന്നെ ഒരു ലിപ്സ്റ്റിക്ക് ഇട്ട പോലെ ഒരു പീച്ച് കളറിൽ നമ്മുടെ ചുണ്ടിരിക്കും. അപ്പോൾ ഒരു ലിപ്സ്റ്റിക്ക് ഇട്ട പോലെ നമുക്കൊരു തോന്നൽ വരും. അപ്പം നെക്സ്റ്റ് വാങ്ങിയത് ഇതാണ്. ഇനി വാങ്ങിയ ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ ഒരു നോസ്റ്റു ആണ്. നോസ്റ്റു ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടങ്ങളിലാണ് കൂടുതൽ ലാക്മേയുടെ ഐലൈനർ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ പെൻ ഐലൈനറൊക്കെ നമ്മളിങ്ങനെ ഓൺലൈനായിട്ട് കണ്ടപ്പോൾ കൂടുതൽ ഞാൻ മേബലിൻ്റെയാണ് ഐ പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടുള്ളത്. ഐലൈനറും കാജലും ഒക്കെ കൂടുതൽ മേബലിൻ്റെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മസ്കാരയൊക്കെ ലാക്മേ ഞാൻ അങ്ങനെ പണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നല്ലാണ്ട് പിന്നെ നിർത്തി. കാരണം ഞാൻ ഈ ഐലൈനർ മുകളിൽ എഴുതുന്ന ഒരാളല്ല. ഞാൻ എപ്പോഴും എൻ്റെ കണ്ണ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ പുരുകും എൻ്റെ കണ്ണും തമ്മിലുള്ള ആ ഒരു കുറച്ച് ഞാൻ ഐലൈനർ എഴുതി കഴിഞ്ഞാൽ അകലെ നോക്കുമ്പോൾ എൻ്റെ കണ്ണ് ഭയങ്കരമായിട്ട് ഇടുങ്ങിയ പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ ഈ പുരുകും കണ്ണും തമ്മിലുള്ള കുറച്ച് എനിക്ക് കുറവാണ് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഐലൈനർ എഴുതി കഴിഞ്ഞാൽ ഭയങ്കര ഒരു സുഖമില്ലാത്ത പോലെ ഇരിക്കും. അപ്പോൾ എപ്പോഴും ഞാൻ എൻ്റെ താഴത്താണ് കണ്ണെഴുതുക, അടിഭാഗത്ത് എഴുതും, മുകളിൽ വിട്ട് കളയും, എഴുതേയില്ല. നിങ്ങൾക്ക് നോക്കി കാണാം, ഞാൻ വളരെ അപൂർവമായിട്ട് മാത്രം ഞാൻ ഐലൈനർ എഴുതുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കൂടുതലും നമ്മൾ ഈ ഐലൈനർ ഉപയോഗിക്കുക നമ്മൾ കണ്ണിന് മുകളിൽ എഴുതാനല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് മേടിക്കാത്ത കേട്ടോ. അപ്പോൾ കണ്ണിൻ്റെ താഴത്ത് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും നമ്മുടെ പെൻസിലില്ലേ അതാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇത് വാങ്ങിയത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ താഴെയൊക്കെ എഴുതി കൊടുക്കുമ്പം കുറച്ച് ഈ ഒരു സൈഡ് എനിക്ക് കുറച്ച് കട്ടിയാക്കിയിട്ട് ഈ താഴെ ഈ ഭാഗത്ത് കുറച്ച് കട്ടിയാക്കിയിട്ട് എഴുതുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ എൻ്റെ പെൻ ലൈനർ കൊണ്ട് തീരെ നോക്കുമ്പോഴും ആ ഒരു കുഞ്ഞി ലൈനായിട്ട് വരുന്നത്. ഇത് ഒറ്റ പ്രാവശ്യം വരച്ചാൽ തന്നെ നല്ല കട്ടി ലൈനായിട്ട് കിട്ടും. അപ്പം ഞാൻ കരുതി ഇതും കയ്യിലിരുന്നോട്ടെ. പിന്നെ എനിക്ക് കാജൽ, ഐലൈനർ, മസ്കാര ഇതുകൊണ്ടൊക്കെ വേറൊരു പരിപാടിയും കൂടിയുണ്ട്. ഏതാണ് എൻ്റെ കയ്യിൽ കിട്ടുന്നത് വെച്ചാൽ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇവിടെയൊക്കെ നിറച്ചില്ല. അതായത് നമ്മൾ ഈ ഹെയർ ഡൈ യൂസ് ചെയ്യാൻ മാത്രമല്ല ഗ്രേ ഹെയർ ഇല്ല, പക്ഷേ ഇവിടെയൊക്കെ ഒരു 4-5 എണ്ണമൊക്കെ ഇവിടെ ഇങ്ങനെ കാണും കേട്ടോ. അപ്പം ഞാൻ പുറത്തൊക്കെ പോകുമ്പം ഇതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കൺമഷി അല്ലെങ്കിൽ മസ്കാരയൊക്കെ ഇതൊന്നും ചെയ്യും. അപ്പം എനിക്ക് ഇത് അതിനും കൊള്ളാമല്ലോ. ഇതാകുമ്പോൾ കുറച്ചെടുത്തതേ ബ്രഷ് കൊണ്ടാക്കി കഴിഞ്ഞാൽ ഒരിത്തിരി മതി, എല്ലാ ഗ്രേ ഹെയറും കവറാവും. ശരിക്കും ഇതൊരു നല്ല മാർഗ്ഗമല്ല നമ്മുടെ ഗ്രേ ഹെയറൊക്കെ കവർ ചെയ്യാൻ. ഞാൻ പറഞ്ഞില്ലോ 4-5 എണ്ണമൊക്കെ ഉള്ളെങ്കിൽ, മൊത്തത്തിൽ 4-5 എണ്ണ ഉള്ളെങ്കിൽ കൺമഷിയൊക്കെ വെച്ചിട്ട് നമുക്ക് തൽക്കാലം പുറത്ത് പോകുമ്പം കവർ ചെയ്യാം. അപ്പോൾ അതിനും കൂടി ഉപയോഗിക്കാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ. അപ്പം അതിനും കൂടി ഉപയോഗിക്കാം. പിന്നെ നെക്സ്റ്റ് വാങ്ങിയത് ഞാൻ കഴിഞ്ഞ മേക്കപ്പ് വീഡിയോയിൽ എൻ്റെ മസ്കാരേനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് മാർസിൻ്റെ മസ്കാര ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊന്നുകൂടെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന മസ്കാര. ഇതാണ് പുതിയത് വാങ്ങിയത്. മാർസിൻ്റെ ഡബിൾ ട്രബിൾ എന്ന് പറഞ്ഞിട്ടുള്ള മസ്കാരയാണ്. ലെങ്ത്തിനും വോളിയൂമിനും വേണ്ടിയിട്ട് 2 അത് ഞാൻ തുറന്നിട്ടില്ല, ഇത് കാണിച്ചുതരാം. ഇതൊന്ന്, പിന്നെ ഇപ്പുറത്ത് വേറെ കണ്ട. അപ്പം ഞാൻ ഇത് രണ്ടും കൂടി വെച്ചിട്ട് നമ്മൾ മസ്കാര ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നല്ല വൃത്തിയായിട്ട് എൻ്റെ കണ്ണ് എഴുതി കഴിഞ്ഞാൽ നല്ല വലിപ്പമുള്ള കണ്ണാണ്. എഴുതിയില്ലെങ്കിൽ എൻ്റെ കണ്ണിൻ്റെ വലിപ്പം പെട്ടെന്ന് ആർക്കും മനസ്സിലാവില്ല.
എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ, എൻ്റെ കണ്ണ് കുറച്ച് വലിപ്പമുണ്ട്, കണ്ണൊക്കെ എഴുതി കഴിഞ്ഞാൽ വലിപ്പം തോന്നിക്കും. അപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് വലിപ്പം തോന്നിക്കണ പോലെ എനിക്ക് ഇതുകൊണ്ട് ഇടുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ മസ്കാര ഞാനൊരു കൊല്ലമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഒരു കൊല്ലമായിട്ട് ഇതല്ല, ഈ സെയിം സാധനം തന്നെ ഒരു കൊല്ലമായിട്ട് റിപ്പീറ്റ് ചെയ്തിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഈ പറഞ്ഞ പോലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇത്രയും കാലം ഉപയോഗിച്ചിട്ടുള്ള മസ്കാരകളിൽ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് വീണ്ടും വാങ്ങി. പിന്നെയും വാങ്ങിയിട്ടുണ്ട് 2 സാധനങ്ങൾ. ഞാൻ അതിൻ്റെ ഐബ്രോ എഴുതുന്ന മാർസിൻ്റെ സംഭവം അത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തു. എനിക്ക് ഒരു സാധനം, ഒരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിന്ന് മാറി പുതിയത് പരീക്ഷിക്കാൻ എനിക്ക് മടിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം എനിക്ക് അതന്നെ വേണം. അപ്പോൾ അതുകൊണ്ട് ഞാനതിങ്ങനെ വീഡിയോ മേടിച്ചുകൊണ്ടിരിക്കും. അത് ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല കേട്ടോ, കാരണം എല്ലാ വീഡിയോയിലും എൻ്റെ ഐബ്രോൻ്റെ ഒരു പ്രോഡക്റ്റ് കാണിക്കും. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഞാൻ വാങ്ങിയത് മേക്കപ്പ് ബ്യൂട്ടി പ്രോഡക്ട്സ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല എന്നറിയാം. വ്ളോഗ് നമുക്ക് നാളെ മുതൽ ഇടാം കേട്ടോ. എന്തായാലും നാളെ വ്ളോഗ് ഉണ്ടായിരിക്കും. ഞാൻ എൻ്റെ എഡിറ്റിങ്ങൊക്കെ കഴിഞ്ഞ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അപ്പം നാളെയല്ല, മറ്റന്നാളേക്ക് ഞാനിങ്ങനെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറ്റന്നാൾ എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ കാണണം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം.